നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്തു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ വിരാട പുരുഷോൽപത്തി എന്ന 4-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്ഥൈജസദോദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനിത്വദ്ബലാത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം തത് ച അന്ധഃകരണം വിഭോ തവ ബലാത് സത്വാംശഃ ഏവ അസൃജത് ജാതഃ തൈജസദഃ ദശേന്ദ്രിയഗണഃ തത് താമസാംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദഃ അജനി ത്വദ്ബലാത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഭൂമൻ വിഭോ തവ ബലാത് സത്വാംശഃ ഏവ മാനസബുദ്ധ്യഹങ്കൃതമിളച്ചിത്താഖ്യവൃത്യന്വിതം തത് അന്ധഃകരണം ച അസൃജത് തൈജസദഃ ദശേന്ദ്രിയഗണഃ മരുത്പുരപദേ ത്വദ്ബലാത് പുനഃ തത്താമസാംശാത് നഭസഃ തന്മാത്രം ശബ്ദഃ അജനി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലയോ സർവവ്യാപിയായ പ്രഭോ, അങ്ങയുടെ പ്രേരണയാൽ സാത്വിക അഹങ്കാരം തന്നെയാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ പ്രവൃത്തികളോടുകൂടിയ അന്ധഃകരണത്തെയും സൃഷ്ടിച്ചത്. തൈജസ അഹങ്കാരത്തിൽ നിന്നും 5 കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും തുടങ്ങി 10 ഇന്ദ്രിയങ്ങളുടെയും സമൂഹം സൃഷ്ടിക്കപ്പെട്ടു. അല്ലയോ ഗുരുവായൂരേശ, അങ്ങയുടെ ആ ശക്തിയാൽ ആ താമസമായ അഹങ്കാരത്തിൽ നിന്നും ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദവും സൃഷ്ടിക്കപ്പെട്ടു. നമസ്തേ.